കോഴിക്കോട് വടകരയിൽ RJD ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തെക്കേ തയ്യലിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്നലെ UDF-ന് അനുകൂലമായി ഇവർ വോട്ട് ചെയ്തത് വിവാദമായിരുന്നു. AK അഭിലാഷ് നമുക്കൊപ്പം. AK അഭിലാഷ്, വോട്ട് ചെയ്തപ്പോൾ തനിക്ക് തെറ്റിപ്പോയതാണ് എന്ന് രജനി പറയുകയും അപ്പോൾ തന്നെ അത് അവിടെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും രജനിയെ വിടുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും അത്തരത്തിൽ തെറ്റിപ്പോയി എന്നും അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചുള്ള പരാതികളും നൽകിയിരുന്നു. അതിന് പിന്നാലെ തന്നെ RJDയുടെ ഒരു അംഗം കൂടിയാണ്. RJD 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 6 മണിയോട് കൂടിയാണ് രജനി തെക്കേ തയ്യിലെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ജനൽച്ചില്ലുകൾ എറിഞ്ഞു തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റീൽ ബോംബ് എന്ന് തോന്നുന്ന ഒരു സ്റ്റീൽ കണ്ടെയ്നറും ആ ഭാഗത്ത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് അവിടെ പരിശോധനയൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വോട്ട് തെറ്റായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ തന്നെ വരണാധികാരിയോടും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും ഒക്കെ പറഞ്ഞു പുതിയ ബാലറ്റ് പേപ്പർ നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അത് അവിടെ നിഷേധിക്കപ്പെടുകയും UDF സ്ഥാനാർത്ഥിയായിരുന്ന കോട്ടയിൽ രാധാകൃഷ്ണൻ ഇതിനെ എതിർക്കുകയും ചെയ്തു. പിന്നീട് വരണാധികാരിയും അതിന് സമാനമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഏതായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും അവർക്ക് ഒരു തെറ്റ് പറ്റി എന്ന് തന്നെ അവർ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് AK അഭിലാഷാണ്.